ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പാംസൺഡേ ആണ്, ഓശാന ഞായറാഴ്ച. ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഒരു ഫിഷ് മോളി ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഫിഷ് മോളിക്ക് പറ്റിയ മീനൊന്നും എനിക്ക് കിട്ടിയില്ല. ഭയങ്കര വിലയാണ് മീൻ കേട്ടോ. അതാണ്, മീൻ കിട്ടും, പക്ഷെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നമ്മൾ ഈസ്റ്ററിന് നോക്കാം, മീൻ കിട്ടുമെന്ന് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈസ്റ്ററിനാണല്ലോ റോജറൊക്കെ വരുന്നത്, റോജറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവനും കൂടി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ആ സമയമാകുമ്പോൾ നല്ലൊരു മീനൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കാം എന്നാണ്. മീൻ കിട്ടിയാൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഈസ്റ്ററിൻ്റെ അന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്ററിന് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഫിഷ് മോളി ചെയ്യാമെന്ന് വെച്ചാൽ. ഇവിടെ ഞാൻ അങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാറില്ല. കാരണം ഇവിടെ റിച്ച് അടക്കം ഉള്ള സമയത്ത് തന്നെ ഫിഷിൻ്റെ ഐറ്റംസ് കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫിഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് അല്ലെങ്കിൽ റിച്ചാർഡ് കഴിക്കില്ല. അപ്പോൾ പിന്നെ അവന് വേണ്ടി വേറെ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഈ ഫിഷ് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത സൺഡേ ഈസ്റ്ററിൻ്റെ അന്ന് റോജറും ഞങ്ങൾ മൂന്നാളുണ്ടാവും. മൂന്നാൾ ഫിഷ് കഴിക്കുന്നവരാണ്. റോജറിന് ഫിഷ് മോളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു ഫിഷ് മോളിയും പാലപ്പവുമാണ്. പിന്നെ ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കുന്നത് മൊത്തം എൻ്റെ കയ്യിൽ ചെമ്മീനായിരിക്കണത്. അപ്പോൾ ചെമ്മീൻ വെച്ചുള്ള വിഭവങ്ങളാണ് ലഞ്ചിന്. അപ്പം അതും നിങ്ങൾക്ക് ഈസ്റ്ററിന് ട്രൈ ചെയ്യാൻ പറ്റിയ ചില റെസിപ്പികളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻഡസ് വാലിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന, ഷാലോ ഫ്രൈ ചെയ്യുന്ന തവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കാസ്റ്റ് അയൺ ആണ്. ഇതിൻ്റെ ഹാൻഡിലും ഇതെല്ലാം കൂടി ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് താഴെ വീണ് പൊട്ടി കൈ പോകും, പിടുത്തം പോകുമെന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കാം. നിങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് ഭൂരിഭാഗം ആളുകളും നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഈ നോൺ സ്റ്റിക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു 500 രൂപ 600 രൂപ, ചിലവർ നല്ല ക്വാളിറ്റിയുള്ളതൊക്കെ മേടിക്കും, വില കൂടിയതൊക്കെ മേടിക്കും. എങ്കിലും അതൊക്കെ 2-3 വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ അത് പോയിരിക്കും. അത് കളയുകയും ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലവും നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ അടുത്തത് മേടിക്കുകയും ചെയ്യണം. മിക്ക സ്ഥലങ്ങളിലും ഈ പിടിവിട്ടതും അങ്ങനെയുള്ളതൊക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് കാണാറില്ലേ? അത് കിച്ചണ് തന്നെ ഒരു ഭംഗിക്കുറവല്ലേ? ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഹാൻഡിൽ വിട്ടു പോകുന്ന അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചൂട് നേരെ തീയിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചൂട് നല്ല ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂവൽ കൺസംഷൻ കുറവാണ്. അതുപോലെ ഇത് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള 100% പ്യുവറായിട്ടുള്ള അയൺ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല. തലമുറകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണിത്. അല്ലാതെ ഒരു തവണ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും മേടിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും നിങ്ങൾക്കിത് കൊടുക്കാം. ഉപയോഗിക്കും തോറും ഇത് കൂടുതൽ നോൺ സ്റ്റിക്ക് പോലെ ആയി വരെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കാസ്റ്റ് അയൺ തവയാണ്. പിന്നെ ഈ കാണുന്ന ഇത് ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12% നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്തോ, അവരുടെ വെബ്സൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് നോക്കിക്കളഞ്ഞോ. കാരണം ഹോളി സെയിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള വില കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വില കുറവുള്ള സമയമാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഒരാളെയും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈഡായി തോന്നിയാൽ മാത്രം മേടിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഇതിലൂടെ ഒരാളെയും നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചത് മേടിക്കണമെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ നമ്മൾക്ക് തുടർന്നുള്ള നമ്മുടെ കുക്കിംഗ് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും. മുളക് പൊടി ഇതിനകത്ത് ചേർക്കണില്ല, കാരണം ഫിഷ് മോളിയിൽ മുളക് ഒട്ടും തന്നെ ചേർക്കില്ല.
അങ്ങനെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തത് വെള്ളയപ്പത്തിനുള്ള മാവൊന്ന് അടിച്ചു വെച്ച്. അതായത് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പമാണ് കേട്ടോ, അരിപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളയപ്പം. അപ്പോൾ അതാണ് രണ്ടാമത് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരെ ചൂടുവെള്ളമാണ്. അതിൻ്റെ മീതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് അത് അധികമാണ്. 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചോറും, അധികം ചോറ് വേണ്ട, കാരണം ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം കൂടുതൽ സോഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ ചോറിട്ടാൽ മതി. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഈസ്റ്റ്, ചൂടുവെള്ളം, തണുത്ത വെള്ളത്തിൽ നമ്മൾ അടിക്കില്ല, ചൂടുവെള്ളത്തിൽ അത് നന്നായിട്ട് അരച്ചിട്ട് ഞാനവിടെ മാറ്റി വെച്ച്. ഇത്തിരി കട്ടി കൂടിപ്പോയി മാവിന്, കാരണം ഇരിക്കും തോറും ഈ ഡ്രൈ ആയിട്ടുള്ള പൊടിയല്ലേ നമ്മൾ ഇട്ടേക്കണത്, അത് വെള്ളം വലിഞ്ഞ് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത്തിരി കൂടി ലൂസായിട്ട് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നി. അപ്പോൾ ഫിഷ് മോളിക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള എടുത്ത് ക്ലീൻ ചെയ്തിട്ട്, വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും ഇടാം. പൊടി ബോയിലിൽ ചോപ്പ് ചെയ്യരുത് കേട്ടോ, അത് ബുദ്ധിമുട്ടാകും കഴിക്കുമ്പോൾ. ഇത്തിരി നീളമുള്ള പീസായിട്ട് എടുത്ത് മാറ്റാൻ പറ്റിയ രീതിയിൽ വേണം ചോപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏതായാലും ചതച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അധികം അങ്ങോട്ട് എല്ലായിടത്തും ഉണ്ടാവില്ല, അന്നേ നല്ലതായിട്ട് തന്നെ നീരിറങ്ങി ടേസ്റ്റൊക്കെ വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. വെളുത്തുള്ളി, ഈ 3 സാധനങ്ങൾ, സവാള മാത്രമാണ് ഞാൻ അരിഞ്ഞിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഫിഷ് മോളിയുടെ പാചകം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നീളത്തിൽ അരിയണതിനെ നല്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം അരിഞ്ഞ് തന്നെ എടുക്കണവർ നീളത്തിൽ തന്നെ അരിഞ്ഞാൽ മതി, ഭയങ്കര പൊടിയായിട്ടൊന്നും അരിയരുത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ എടുത്ത് ചിരണ്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ ഇത്തിരി നന്നായിട്ട് തന്നെ എടുക്കണം, കാരണം പാല് നമുക്കിത്തിരി കട്ടിയുള്ള പാലുണ്ടെങ്കിലാണ് ഇത് ഫിഷ് മോളിക്ക് ടേസ്റ്റും അതുപോലെ നല്ല തിക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് പൊടിയൊന്നും കുറുക്കി ചേർക്കില്ല, സ്റ്റൂവിൽ ചേർക്കുന്ന പോലെ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഈ പാന് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ, അല്ലാതെ ചൂടാക്കി ഇതിൻ്റെ കറ ഇളക്കി തുടച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് സ്മൂത്തായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ കഴുകിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് ഇത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നമ്മളിപ്പോൾ മീൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് കുക്കിംഗ് അല്ലേ. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത മീൻ കുക്ക് ചെയ്യാനായിട്ട്, ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ പറഞ്ഞല്ല, എൻ്റെ കയ്യിലുള്ള മീൻ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിന് നല്ല മീനാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. നല്ല മീൻ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടം നെയ്മീനാണ് കേട്ടോ. ഇതിന് ഏറ്റവും നല്ലത് നെയ്മീനാണ്. എനിക്ക് കരിമീനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാനിവിടെ മേടിക്കാറുമില്ല അങ്ങനെ. പിന്നെ പപ്പക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം വല്ലപ്പോഴും മേടിക്കുള്ളൂ കേട്ടോ. എനിക്കെന്തോ കരിമീനൊന്നും ഒട്ടും തൃപ്തിയില്ലാത്തതാണ്. കൂരി, കരിമീൻ, കണമ്പൊന്നും എനിക്ക് അത്ര തൃപ്തിയില്ലാത്ത മീനുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ മേടിക്കാറില്ല. നമ്മൾ ഈ ചാളയിലെയും ഈ പിലോപ്പിയൊക്കെ എനിക്ക് ഒരു പേടിയില്ലാതെ കഴിക്കാൻ, ഒരു അറപ്പില്ലാതെ കഴിക്കണ മീനുകളാണ്. എനിക്ക് ഭൂരിഭാഗം മീനും എനിക്ക് ഇഷ്ടമില്ല കഴിക്കാനായിട്ട്. മിക്ക മീനുകളും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീൻ എന്ന് പറഞ്ഞാൽ ഈ നെയ്മീൻ, ആഗോലി, മാച്ചൻ, ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള മീനുകൾ കേട്ടോ. അതൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ, ഇപ്പം മേടിക്കാനൊന്നും പറ്റില്ല, അത്രയും വിലയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അധികം ഫ്രൈ ആകാതെ തന്നെയാണ് നമ്മൾ മറിച്ചിടുന്നത് കേട്ടോ. ഒരു 3/4 വേവിലാണ് നമ്മളിത് എടുക്കണതേ, കൂടുതൽ ഹാർഡായിട്ട് വറുത്ത് കളയരുത്. അപ്പോൾ ഒരു 3/4 വേവിലാണ് നമ്മളിത് മാറ്റുന്നത്. എന്നിട്ട് കറിയിൽ കിടന്നിട്ടുള്ള ഒരു വേവും കൂടിയുണ്ട്. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറി വെക്കാൻ പറ്റിയ ഒരു ചട്ടിക്കകത്ത് തന്നെ മീൻ ഫ്രൈ ചെയ്ത് ആ ചട്ടിയിൽ തന്നെ ഇതുപോലെ അങ്ങോട്ട് ആ എണ്ണയിലേക്ക് 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും 2 കഷ്ണം പട്ടയും കൂടി ഇട്ട് ആദ്യം പൊട്ടിക്കുക. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുള്ള, അതിനാണ് 3 പട്ടയും 3 ഏലക്കായും 2 കഷ്ണം 3 ഗ്രാമ്പുവും 3 ഏലക്കായും 2 കഷ്ണം പട്ടയും എടുത്തേക്കണം കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കണം. ഇതിപ്പോൾ 1/2 കിലോ മീനൊക്കെ ഉള്ളു ഏകദേശം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചത്, ചതച്ച് വെച്ചതും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാതെ മുരിഞ്ഞു പോകാതെ ഒന്ന് വെന്ത് വരണം. അതിനകത്തേക്ക് ഒരു
ടീസ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി, പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു ടീസ്പൂണിൽ കൂടുതലുണ്ട്, ഒരു 1.5 ടീസ്പൂൺ എന്ന് പറയാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ ഇതിനകത്തൊരു 1/2 ടീസ്പൂണോളം ഇടണുള്ളൂ, എനിക്കധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ മറന്നുപോയി ഇടാനായിട്ട്, ഈ കൂട്ടത്തിൽ ഇടാനായിട്ട് മറന്നുപോയി. ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ, ഞാൻ പിന്നീടാണ് ഇട്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യണം. അധികം ഉപ്പ് ആക്കാതെ വെക്കുന്നത് നല്ല. ഉപ്പ് കുറഞ്ഞാൽ പോലും ഉപ്പ് കൂടിപ്പോകരുത്, ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുരുമുളക് പൊടി ഞാൻ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഈ മീനൊക്കെ ഇടുന്നതിന് മുൻപേ ഇട്ട് ഇളക്കിയിട്ട് വേണം, ആ ചാറിൽ എല്ലായിടത്തും കുരുമുളക് പൊടി ആയിട്ട് വേണം മീൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം മീനിടുക. ഇപ്പോൾ ഈ കേറ്ററിങ്ങിലൊക്കെ കൊണ്ടുവരുന്ന ഫിഷ് മോളി എന്ന് പറയുമ്പോൾ അവർ വേറെ വറുത്ത് വെച്ചേക്കും മീൻ, അവർക്കതേ പറ്റുള്ളൂ. എന്നിട്ട് അത് നമുക്ക് തരുന്ന സമയത്ത് ഒരു മീനെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മീതിലേക്ക് ഈ ചാറ് ഒഴിച്ചിട്ടാണ് തരണം കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെക്കേണ്ടത്, നമ്മളപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് അതും ഒന്ന് വെച്ചിട്ടുണ്ട്, ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അത് ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഇട്ടോ കുഴപ്പമില്ല, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്തായിരുന്നു ഞാൻ കുരുമുളക് പൊടിയുടെ കാര്യം ഓർത്തത്, ഇട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മീതെല്ലാം ഇട്ടത് പിന്നീട് ഞാനൊന്ന് പതിയെ ഇളക്കി എല്ലാം കൂടി മിക്സാക്കി. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചാറിൽ തന്നെ ആദ്യം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മീനിടുക. മീനിൻ്റെ മീതയിൽ തക്കാളി അരിഞ്ഞത്, പിന്നെ വേപ്പിലയാണ് നല്ല ഒരു ഫ്ലേവർ കൊടുക്കണം. ഇതിനകത്ത് മല്ലിയിലൊന്നും ഇടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേകാനായിട്ട്, അതായത് നമ്മൾ ഇട്ടേക്കുന്ന സവാളയൊക്കെ ഒന്നുകൂടി വെന്ത് ആ മസാലയൊക്കെ പിടിച്ച് മീനുമായിട്ട് ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നാം പാല് ഇതിൻ്റെ മീതയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരിത്തിരി വിനാഗിരി പുളിക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. 1 ടീസ്പൂൺ, ഇത് ഇത്തിരി വലിയ സ്പൂണാണ്, അതിൽ നിറയെ എടുത്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂണേ ചേർത്തിട്ട്, 1 ടീസ്പൂണിൽ താഴെ ചേർത്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഫിഷ് മോളിയാണ് കേട്ടോ. അങ്ങനെ ഇനി തിളക്കാനൊന്നും നിൽക്കാതെ വേഗം മൂടി വെക്കുക. ഇതുപോലെ ഇളക്കിയിട്ട് വേഗം മൂടി വെക്കുക, തീ ഓഫ് ചെയ്ത് വെക്കുക. ആ ചൂടിൽ അങ്ങനെ ഇരുന്നിട്ട് തേങ്ങാപ്പാലിൻ്റെ രുചി ആയിക്കോളും. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് അപ്പം ചുടലാണ്. ആ സമയത്ത് അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരും. അപ്പോൾ ഇത് കണ്ടോ നല്ല കട്ടിയായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഇത്തിരി വളരെ കുറച്ചൊഴിച്ച്, കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടിയുടെ ആ ഒരു പൊങ്ങി വന്നത് അങ്ങോട്ട് പോകും, അപ്പോൾ ഒരു ഭംഗിയില്ലാത്ത അപ്പമായിരിക്കുള്ളൂ വന്നത്. അപ്പം നമ്മളുടെ പാത്രത്തിൽ നിന്ന് അപ്പം വിട്ട് പോന്നേനെ കേട്ടോ, ആ മാവ് പോലും പിടിക്കണില്ല, അത്രയും നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കണേണിത്. ഞാനങ്ങനെ എടുക്കാറില്ല, ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മടിയാണ് കേട്ടോ എടുക്കാനേ. ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്കിലല്ലേ ചെയ്യണത്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പമാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ വിട്ടു പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആകാഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിത്തിരി പരത്തിയൊന്നും ആക്കാൻ പറ്റിയില്ല. കാരണം ഇത് ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ അത് പരന്നു വന്നില്ല, കാരണം ഇത്തിരി കട്ടിയുണ്ട് മാവിന്. ഇത്രയും കൂടി ലൂസ് മാവാണെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം സെറ്റായി റെഡിയായി കഴിക്കാൻ നേരം ആയിട്ടില്ല. അതിന് മുൻപായിട്ട് തന്നെ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേണ് ഉച്ചക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് ചെമ്മീനിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ചെമ്മീനിലിടാൻ, പക്ഷേ ഞാൻ സവാളയാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിക്ക് അത്രയും മധുരിപ്പുണ്ടാവില്ല, സവാളക്ക് ഇത്തിരി മധുരിപ്പുണ്ടാവും. അപ്പോൾ ചെറിയ ഉള്ളി ഉള്ളവർ ചെറിയ ഉള്ളി എടുത്തു. അപ്പോൾ അതവിടെ ഞാൻ വെച്ച് അതിനുശേഷം ഒരു ചായ, ഞാൻ പറഞ്ഞില്ലേ ഒരു ചായപ്പൊടി, അതിൻ്റെ പേരെന്തെന്നാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ആണ്, GINNI. അത് ജിന്നിന്നാണോ ഗിന്നിന്നാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് സ്പെല്ലിങ് പറഞ്ഞത്. കാരണം ഈ ഏലക്ക ചായപ്പൊടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പല ബ്രാൻഡിൻ്റെ വിലയാന്ന് നോക്കി, അതിൻ്റെയൊക്കെ ഏകദേശം പകുതി വിലയെ ഇതിന് വരുന്നുള്ളൂ. നല്ല ടേസ്റ്റുള്ള ചായയുമാണ് കേട്ടോ. അപ്പം ഞാൻ പാൽച്ചായ ഇപ്പോൾ 2 ദിവസമായിട്ട് പാൽച്ചായ ഇട്ട് നോക്കി, കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ല നമ്മൾ കട്ടൻ ചായ ഇട്ടിട്ട് അതിന് അടിപൊളിയായിരുന്നു. അപ്പോൾ പാൽ മേടിച്ചിട്ടൊന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ദിവസമായിട്ട് ഇപ്പോൾ പാൽച്ചായ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നും ഞാൻ പാൽ ചായയാണ് എടുത്തത്. കാരണം രാവിലെ നമ്മൾ കാപ്പിയാണ് കഴിക്കണത്. ഇപ്പോൾ ഇന്നലെയും നമ്മൾ ചായയാണ് കുടിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നും ഞാൻ ചായ ഇട്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ലിങ്കൊന്നും നമുക്ക് തരാൻ പറ്റില്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിലെ ഗ്രോസറിയുടെ ലിങ്കൊന്നും എനിക്കറിയാഞ്ഞിട്ടാണെന്നറിയില്ല. സാധാരണ പോലെയുള്ള ഒരു ലിങ്കിൻ്റെ ഒരു പരിപാടി അതിനകത്ത് കാണുന്നില്ല. ഇപ്പം ഞാൻ ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് കാണിക്കുമല്ലോ, നിങ്ങൾക്ക് തരുമല്ലോ, അതുപോലെ ഒരു ലിങ്ക് എടുക്കുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ഏതായാലും അത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെ ലിങ്കൊന്നും ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഷെയർ ചെയ്യേണ്ട ഒരു സംഭവങ്ങൾ അതിൽ കാണിക്കുന്നില്ല. പിന്നെ ഇനി ഞാൻ അടുത്തത് ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് തന്നെ എടുത്തത്. അരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ചതച്ചെടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. നല്ലതായിട്ട് തന്നെ ഫ്ലേവർ വരുന്നത് ചതച്ചെടുക്കുമ്പോഴാണ്. പിന്നെ ഒരു വലിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി റൗണ്ടിലുള്ള നല്ല പീസ് എടുത്തതിൻ്റെ ബാക്കിയാണ് ചെമ്മീനിലിടാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ ഈ പാൻ കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ വറുത്തില്ലേ, അതിൽ തന്നെയാണ് ചെമ്മീൻ വറുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ പാനിൽ തന്നെ ചെമ്മീൻ റോസ്റ്റും കൂടി ചെയ്തേക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ അത്യാവശ്യമൊക്കെ ചെയ്യാം. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് വേറെ കുഴിവെള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ കൂടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരുപാട് ഹാർഡാക്കി കളയണ്ട. മീൻ ഫ്രൈ ചെയ്ത പോലെ തന്നെ ചെമ്മീനും ചെറുതായിട്ട് പുറം വശം മാത്രം മൊരിഞ്ഞാൽ മതി. ഒരുപാട് അല്ലെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം പോരെങ്കിൽ എണ്ണ ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് സവാള ഇട്ട് വഴറ്റാം. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കറി ഇത് നമ്മുടെ ഫിഷ് മോളിയാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഫിഷ് മോളി ഒന്ന് ഇരുന്ന് ഏകദേശം ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴാണ് അതിൻ്റെ ഗ്രേവി എല്ലാം തിക്കായിട്ട് വരുന്നത്. അപ്പോൾ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. എപ്പോഴും ടൈം നേരത്തെ കണ്ടു വെച്ചിട്ട് ചെയ്തു തുടങ്ങണം. അപ്പോഴാണ് ഇരിക്കാനുള്ള പാത്രഭാഗം ആകാനുള്ള ഒരു ടൈമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ വേപ്പില ഇട്ടോട്ടെ, കുഴപ്പമില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഇതായിട്ട് കിട്ടുകയും ചെയ്യും, അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ച മണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇത്തിരി വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. തക്കാളി ഒന്ന് വഴറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. തക്കാളി ഇട്ട വഴി തന്നെ വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി നല്ല വേവിച്ച് അലിയുന്ന രീതിയിൽ ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഒരിത്തിരി പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. തക്കാളി ഒന്ന് പതിയെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരിത്തിരി ഗരം മസാലയും ഇത്തിരി കുരുമുളക് പൊടിയും, നിങ്ങളുടെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ചിട്ടിടാം. ഞാൻ വളരെ കുറച്ചിട്ടുള്ളൂ, എനിക്ക് എരിവ് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല മാത്രമേ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അധികം ഗരം മസാല ചെമ്മീനിലൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തിടാം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ രുചി മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടുതലിടുക. അപ്പോൾ എൻ്റെത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് കളർ മാത്രമേ ഉള്ളൂ, അധികം എരിവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കൂടുതലിടുക, അല്ലെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ടിട്ട് പിന്നെയും നമ്മൾ ആ ചെമ്മീൻ ഇരുന്ന ആ ഒരു പാത്രത്തിൽ ആ എണ്ണയും കൂടി ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരിത്തിരി നേരവും കൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനായിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലിരുന്നത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ എല്ലായിടത്തും ഇതൊരുപോലെ ആകുകയും ചെയ്യും. ആയി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള റോസ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം എന്തായാലും ഒഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ്. ഇനി തുറന്നിട്ട് നമുക്ക് വെള്ളം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ എല്ലാം ചെയ്ത് തുടങ്ങി, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ള 1-2 കറികളും കൂടിയിട്ട് ഉച്ചക്കുള്ളത് വെക്കണം. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കറ ഇളകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ നമ്മൾ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇത്തിരി തണുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ചൂടാക്കിയതാണ്.
അപ്പുറത്തെ വീടെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയുള്ള വീട്ടിലാണ് ഒച്ചത്തിൽ പാട്ട് വെക്കും അവിടെ. ആ പാട്ട് ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാനും പപ്പയും കൂടിയിട്ട് ഇത് കഴിക്കാൻ പോയി. ചായ എടുത്തോ. ചായയുടെ വെച്ചത് തന്നെ ഇന്നലെ നമ്മൾ ചായയല്ലേ വെച്ചത് കാലത്ത്. ഫിഷ് മോളിയുടെ കൊള്ളാം. മീൻ നല്ലതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ പിലോപ്പിലാണ് ചെയ്തേക്കണത്. അപ്പോൾ ഈസ്റ്ററിനെ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്ത്. നമ്മളിവിടെ ഫിഷ് മോളി ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇവിടെ റിച്ചാർഡൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിഷ് മോളി ചെയ്യാത്തത്. ഇത്തവണ നമുക്ക് നല്ല മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈസ്റ്ററിൻ്റെ അന്ന് ഫിഷ് മോളിയാക്കാം, മീൻ കിട്ടിയാൽ. അപ്പോൾ കൊള്ളാമല്ലോ. എന്നാൽ ഞാനും കഴിക്കാനെടുക്കട്ടെ. പപ്പ കൊള്ളാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നവർക്ക് ചിരി വരണുണ്ടാവും അല്ലേ. പപ്പ ഒരിക്കലും ഒരു സാധനം കൊള്ളൂലെന്ന് പറയൂലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ. പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ. കൊള്ളൂലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയൂലേ കൊള്ളൂലെന്ന്. ഇത് നല്ല അടിപൊളിയാണ്, നല്ല ഫിഷ് മോളിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാം. പക്ഷെ നല്ല മീൻ എടുക്കണമായിരിക്കുള്ളൂ, കൂടുതൽ രുചിക്ക് നല്ലത്. അപ്പം ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു തക്കാളി ചെമ്മീൻ ചാറാണ് വെക്കണത്. ചെമ്മീനാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ കറികളാണ് ഇന്ന് വെക്കണത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തിരി പച്ച ചെമ്മീനും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. 2 കാര്യത്തിനാണ്. ഒരെണ്ണം ഒരു ഇരുമീശ മെഴുക്ക് പുരട്ടിക്കും, പിന്നെ ഒരെണ്ണം ഈ ചാറ് വെക്കാനായിട്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം ചെമ്മീനിടാം. എനിക്കതാ ഇഷ്ടം. എനിക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് എല്ലാം കൂടി കിടന്ന് തിളക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണത്. അങ്ങനെ അതവിടെ തിളപ്പിക്കാനായിട്ട് വെച്ച് അതിനുശേഷം ഞാൻ ഇരുമീശ അരിഞ്ഞെടുക്കണേ. ഇരുമീശയും ഇതുപോലെ തന്നെ ചെമ്മീൻ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ പപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അച്ചിങ്ങ, ഇരുമീശ, ഇത് പീച്ചിങ്ങ, ഇതൊക്കെ ഇത് ചെമ്മീനിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ചെമ്മീനിട്ട് വെക്കൽ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വേറെ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയും, ഇത് കണ്ടിട്ടില്ല, ചിലവർ വെച്ച് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻസിൽ കാണാം. ഓരോ ഡിസ്ട്രിക്റ്റും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും ഓരോ അല്ലേ. അങ്ങനെയാണ് പല പല ഡിസ്ട്രിക്റ്റിൽ പല രീതികളിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെമ്മീൻ ഈ തിളച്ച അതിനകത്തൊക്കെ ഇട്ടത്. അപ്പോൾ ഇരുമീശയുടെ ഒരു കുരുവാണ് അതിനകത്ത് പെട്ടത്. അപ്പോൾ ഞാനത് വേറെ എന്തോ ആണെന്ന് ചോദിച്ചെടുത്തപ്പോൾ ഇരുമീശയുടെ ഇതായിരുന്നു. അപ്പം ഞാൻ അതിനകത്തേക്ക് തന്നെ ഇട്ടതാണ്. അപ്പോൾ ഏതായാലും ഇനി തക്കാളിയും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചത് അതിനകത്തേക്ക് ഇടാം. അരപ്പിൻ്റെ അകത്ത് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഇത്തിരി ഉപ്പും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചേക്കണത്. അതിൻ്റെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട്, ഇത്തിരി തിക്കായിട്ടുള്ള ഒരു ചാറാണ് ഇവിടെ ഇഷ്ടം. കുമ്പളങ്ങ ചാറ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതന്ന് ഉണ്ടാക്കിയിട്ട് ലൂസായി പോയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തന്നെ കുറച്ച് കഴിച്ച് തീർക്കുന്നതാണ്. പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല. പപ്പക്ക് അല്ലെങ്കിൽ തൈര് വെച്ചിട്ടുള്ള പരിപാടികൾ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാനങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണോണ്ട് കഴിക്കണമെന്നല്ല. എനിക്കറിയാം തൈര് വെച്ചിട്ടുള്ള പരിപാടികൾ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ മോരുചാറ് ഫ്രിഡ്ജിലിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അത് ഞാൻ ഭയങ്കര ചൂട് ചോറിൻ്റെ മീതയിലേക്ക് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപടി ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചൂടും മാറും ചോറിൻ്റെ, നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചാറുണ്ടെങ്കിലും ഞാൻ വേറെ വെച്ചതാണ് പപ്പക്ക് വേണ്ടിയിട്ട്. ഏതായാലും ആ ചാറ് കൂടുതൽ ഇങ്ങോട്ട് തിളക്കാതിരിക്കാൻ ഞാൻ ഇറക്കി മാറ്റിയിട്ടാ. എന്നിട്ട് അടുത്ത ചീനച്ചട്ടി വെച്ചിട്ട് ഇനി ഇരുമീശയാണ് അതിനകത്ത് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഇത് ആയി വന്ന് വറുത്തത് അതിനകത്തേക്ക് ഇട്ടിട്ടാ താളിച്ചിട്ട് അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമീശയും ചെമ്മീനും കൂടിയുള്ള ഒലത്തലാണ്, അല്ലെന്നുണ്ടെങ്കിൽ മെഴുക്ക് പുരട്ടി, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. അപ്പം ഞാൻ അപ്പുറത്ത് നമ്മുടെ 5 ലിറ്ററിൻ്റെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ചോറ് എങ്ങനെ വെക്കണത് കുക്കറിൽ ഒട്ടിപ്പിടിക്കാതെ. ഇതുപോലെ ഇങ്ങനെ ആവി വരുന്ന സമയത്താണ് ഓഫ് ചെയ്യണത്. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1/2 കിലോ അരിയാണ് ഇട്ടേക്കണത്. അരമണിക്കൂർ ആകുമ്പോഴാണ് ആവി വരണത്. ഏറ്റവും സിമ്മിലാണ് ഇടേണ്ടത്.
എന്നിട്ടും കൂടെ ഓഫ് ചെയ്യുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ വിസിലടിക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അത്ര പെർഫെക്റ്റായിട്ട് ചോറ് കിട്ടില്ല. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടതിന് ശേഷം അരമണിക്കൂറൊക്കെ ആകുമ്പോഴാണ് ആ പുക പോലെ വരുന്നത്. ആ സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. അത് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് വാർത്തിടാം. ഒന്നും വേറെ വെള്ളം ഒഴിക്കുകയോ ഊറ്റിയെടുക്കുകയോ ഒന്നും വേണ്ട, വാർത്തിടാം. കറക്റ്റായിട്ട് കിട്ടും. അത് ഓരോരുത്തരുടെ ചോറിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ വേവാണോ അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വേവാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോ ചോറിനനുസരിച്ചിട്ട് ഓരോ അരിക്കനുസരിച്ചിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമീശ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കണത്. എന്നിട്ട് ചെമ്മീനും കൂടി ഇട്ടിട്ട് ഇരുമീശയും ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അതോടെ മൂടി റെഡിയായി വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാ കിച്ചണിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തുടക്കലും കഴുകലും മാറ്റലും എല്ലാം കഴിഞ്ഞ് പാത്രത്തിലേക്കൊക്കെ മാറ്റി ഇതെല്ലാം കഴുകി ഇനി ഇതൊക്കെ നമുക്ക് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ തടവിയിട്ട് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തുരുമ്പാകും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഇതുപോലെ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ എണ്ണ ഓൾറെഡി പിടിച്ചൊരു കോട്ടിംഗ് ഉണ്ടാവും. ഇതിപ്പോൾ പുതിയ പാത്രങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിൽ തടവി വെക്കണം. എപ്പോഴും എടുക്കുന്ന പാത്രങ്ങൾക്ക് എന്തായാലും ഓയിൽ തടവേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതൊരു പണിയായിട്ട് മാറില്ല നിങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി പാത്രങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇനി ഇതെടുക്കണത് കുറേയധികം ദിവസം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഞാൻ. അപ്പോൾ അതവിടെ ഇരുന്ന് തുരുമ്പാവും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേച്ച് വെക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ 1-2 പാത്രങ്ങൾ മാത്രം മതി. കാലാകാലം നിങ്ങൾക്ക് പിന്നെ ഈ പാത്രത്തിന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം മുടക്കിയാൽ മതി. അതിന് വേണ്ടി വിലയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഓരോന്നോരോന്നേ മേടിച്ച് മാറ്റി കളഞ്ഞ് വേറെ മേടിക്കുന്ന അത്രയും പൈസയൊന്നും ഇതിനാകുന്നില്ലല്ലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാത്രങ്ങളല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ആവശ്യമുള്ളവർ ഇതുവരെ മേടിക്കാത്തവർ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ പാത്രത്തിൻ്റെ ഒരു ചിന്തയിൽ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തീർത്ത് പിന്നെ വൈകുന്നേരത്തെ ചായ കട്ടൻ ചായ ഇട്ട് ഞാൻ വേറൊന്നും ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാതിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ആയിട്ട് വരാം. ഇന്നിപ്പോൾ ഇത്രയും ലെങ്തായി വീഡിയോക്ക്, അതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റ് വർക്കൊന്നും ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഞാനും പപ്പയും കൂടി കഴിക്കാനിരിക്കുമ്പോൾ പപ്പ അതായത് ന്യൂസ് പേപ്പറിൽ വന്ന തട്ടിപ്പ് കഥകളൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. ഇനി അതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഇനി എൻ്റെ പിന്നാലെ എന്നോട് ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ പത്രത്തിൽ വന്ന കഥകളൊക്കെയാണ് എന്നെ പറഞ്ഞ് കേൾപ്പിക്കണത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ളൊരു ഊണായിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ ചാറും അതുപോലെ ചെമ്മീൻ റോസ്റ്റ്, ഇരുമീശ ഇതെല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.